ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മുസു വ്ളോഗ്. പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിനോട് വല്ലാത്ത ക്രേസ് ആയിരുന്നു. അപ്പോൾ അത് സ്വന്തമാക്കണം എന്ന് വല്ലാത്ത ആഗ്രഹങ്ങളായിരുന്നു. ആപ്പിളിൻ്റെ ഐഫോണ്, ആപ്പിൾ വാച്ച്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, എയർപോഡ്. അപ്പോൾ ആപ്പിൾ ഐഫോൺ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. നൗ ടുഡേ വി ആർ അൺബോക്സിങ് ആപ്പിൾ വാച്ച് സീരീസ് 5 44mm. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം. വേൾഡിൽ വെച്ച് തന്നെ സ്മാർട്ട് വാച്ചുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചാണ്. ആപ്പിൾ വാച്ച് സീരീസ് 4നെ അപേക്ഷിച്ച് സീരീസ് 5-ൽ ഒരുപാട് ഡിഫറൻസുകളൊന്നും വന്നിട്ടില്ല. 3-4 ഡിഫറൻസുകൾ മാത്രമേ ഇവ തമ്മിലുള്ളൂ. വിലയിലും ഒരുപാട് വ്യത്യാസമുണ്ട്. സീരീസ് 4 16GB വേരിയൻ്റാണ്, സീരീസ് 5 32GB. പിന്നെ ഇതിലൊരു കോമ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബിൽഡ് ആപ്ലിക്കേഷനുണ്ട്. പിന്നെ വരുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഫീച്ചറാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. നമുക്കിനി വാച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം, ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വാച്ചുണ്ട്, പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലുണ്ട്. ഇതിൽ വരുന്നത് ഒരു USB പവർ അഡാപ്റ്ററാണ് വരുന്നത്. സീരീസ് 4 സീരീസ് 3 ഒക്കെ സെയിം അഡാപ്റ്റർ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്, മാഗ്നറ്റിക് കേബിളാണ്. ഇതും മുന്നേ ഉള്ളതുപോലെ തന്നെ സെയിം ആണ്. പിന്നെ നമുക്കിതിൻ്റെ ബാൻഡിനെ പറ്റി നോക്കാം. ബാൻഡിൻ്റെ കവറാണിത്. ഒരു ബ്ലാക്ക് സ്പോർട്സ് ടൈപ്പ് ബാൻഡാണ് ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത്. റബ്ബർ മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് 2 ടൈപ്പ് ബാൻഡുകൾ കിട്ടും, ഒരു ലാർജ് സൈസും പിന്നെ ഒരു മീഡിയം സൈസും. നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ മെറ്റീരിയലാണ്. സീരീസ് 5 സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് $399. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് എന്ന് പറഞ്ഞാൽ സിൽവർ, ഗോൾഡ്, സ്പേസ് ഗ്രേ എന്നീ കളറുകളാണ് കിട്ടുക. GPS വേർഷൻ മാത്രമാണ് അതിലുണ്ടായിരിക്കുക. സെല്ലുലാർ ഡിവൈസിന് വരുന്നത് $499. സ്റ്റെയിൻലെസ് സ്റ്റീല്, മെറ്റൽ, ഗോൾഡ്, സ്പേസ് ബ്ലാക്ക് എന്നീ കളറുകളാണ് നമുക്ക് സെല്ലുലാർ ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സീരീസ് 5-ൽ തന്നെ ഏറ്റവും വിലയേറിയ ഒരു മോഡലാണ് സെറാമിക് മോഡൽ. അതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് $1299. വാച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായി നമുക്ക് സ്പീക്കറുകൾ കാണാം, ചെറിയ 2 സ്പീക്കറുകൾ. സീരീസ് 4-നെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ക്രൗൺ ഉണ്ട് റൈറ്റ് സൈഡിൽ, ഒരു മൈക്കും പിന്നെ ഒരു പവർ ബട്ടണാണ് ഇതിലുണ്ടായത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വാച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിൽ മൈ വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. അത് ഓപ്പൺ ചെയ്ത് പെയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ആ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏത് റിസ്റ്റിലാണ് വാച്ച് നമ്മൾ യൂസ് ചെയ്യുക എന്ന് ചോദിക്കും. ലെഫ്റ്റോ റൈറ്റോ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ എഗ്രി കൊടുക്കുക. ലാസ്റ്റ് നമുക്കൊരു പാസ്വേഡ് ചോദിക്കും. അത് നമ്മൾ വാച്ചിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക, നമ്മുടെ ഒരു കോഡാണ്. അത് കൊടുത്ത് ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അത് നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം എടുക്കും, ഒരു 5 മിനിറ്റ് എടുക്കും. അതിൽ നമുക്ക് വാച്ചിൻ്റെ സ്ട്രാപ്പുകളൊക്കെ ഇടാം. ലൈറ്റിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. hours later. ഇന്നലെ ഷൂട്ടൊക്കെ ഔട്ട് സൈഡിലായതുകൊണ്ട് ലൈറ്റിംഗ് അത്ര വേണ്ടത്ര ഇല്ലായിരുന്നു.
അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. വാച്ച് നമ്മൾ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൗണൊക്കെ നല്ല സ്മൂത്താണ്. പിന്നെ ഈ വാച്ചിൽ നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മളെ വർക്ക് ഔട്ടുകൾ, റണ്ണിങ്, ജോഗിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, അങ്ങനെ പറ്റിയ ഒരുപാട് വർക്കൗട്ട്സുകൾ ഇതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്ര കലോറി ലോസ് ആയിട്ടുണ്ട്. പിന്നെ മെയിൽസ് ചെക്ക് ചെയ്യാം, അതിന് നമുക്ക് റീപ്ലേ സെൻഡ് ചെയ്യാം. ഇതിൽ ഞാൻ കണ്ട വേറൊരു നല്ലൊരു ആപ്പാണ് നമ്മളെ വോയിസിൻ്റെ ഡെസിബൽ, അതായത് നമ്മളെ വോയിസിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടാകുന്നുള്ളത്. നമുക്കിവിടെ ഇയറിന് പറ്റിയ ഒരു വോയിസ് ആണെങ്കിൽ അതിൽ നിന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ ആയിട്ട് വരും. ഒരു നല്ലൊരു ഫ്യൂച്ചറാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് വേണ്ട ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരുപാട് ആപ്സുകൾ ഇതിൽ തന്നെയുണ്ട്. ഐവാച്ചും സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകൾ തന്നെയാണ്. പിന്നെ അലാറം ക്ലോക്ക്, GPS ആണ് നമുക്കിതിന് മെയിനായിട്ട് ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഫോണിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാച്ചിലേക്ക് നോക്കി. അതിൽ തന്നെ ശരി കമാൻഡും ഉണ്ടാവും. പിന്നെ വേറെയുള്ള നല്ലൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ്, ഫോണിലുള്ള ഗാലറിയിലെ ഫോട്ടോസൊക്കെ നമുക്കിതിൽ തന്നെ കിട്ടും. മാക്സിമം 500 ഫോട്ടോസ് വരെ നമുക്കിതിൽ ആഡ് ചെയ്തിടാം. നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്തിടാം. അല്ലെങ്കിൽ റീസെൻ്റ്ലി ഫോട്ടോസ് ആണെങ്കിൽ അത് ആ ഓപ്ഷൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവും. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ് കോമ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. ഇതാണ് ആ ആപ്ലിക്കേഷൻ. ട്രാവലേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണത്. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സോങ്സും കേൾക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വാക്കി ടോക്കി എന്ന് പറഞ്ഞൊരു ആപ്പാണിത്. ഐവാച്ച് നമ്മുടെ സുഹൃത്തിൻ്റെയോ മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളൊരു ആപ്പാണിത് വാക്കി ടോക്കി. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് വാച്ച് ഫേസുകളുണ്ട്. അനലോഗും ഡിജിറ്റലും പിന്നെ ആനിമേഷൻ ടൈപ്പുകളും ഒരുപാട് വെറൈറ്റീസായ വാച്ച് ഫേസുകളുണ്ട്.
നിങ്ങൾക്ക് സിറിയുമായിട്ട് സംസാരിക്കാനുള്ള സെറ്റിങ്സ് ഉണ്ട്. ഹേയ് സിറി, വാട്ട്സ് ദ വെദർ നൗ? Looks nice and sunny. Hey Siri, what's the time now? It's 3:45 p.m. A couple million now, I'm causing a commotion. I've been coasting, hear my name around the world like an explosion. മറ്റുള്ള വാച്ചുകളെ കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിൾ വാച്ചുകൾക്ക് വില വളരെ കൂടുതലാണ്. പക്ഷേ അതിന് പറ്റിയ ഒരുപാട് ഫീച്ചറുകളും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റി ഒന്നാണ് ഇതിൽ വരുന്ന. സീരീസ് 5 ഏറ്റവും വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. 18 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. സീരീസ് 4ഉം സീരീസ് 5ഉം സെയിം ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്, പക്ഷേ ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ 18 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഇന്നലെ യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ചാർജ് ഒരുപാട് ബാക്കിയുണ്ട്, ബാലൻസ് ഉണ്ട്. ഇത് 32 GB വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ആപ്പുകളും സോങ്ങുകളൊക്കെ ആഡ് ചെയ്യാം. മെമ്മറി അതിനൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്പിൾ വാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.